കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിൽ വിനയ് എന്നു പേരുള്ള ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. ജീവിതത്തെയും സമൃദ്ധിയെയും കുറിച്ചുള്ള അഗാധമായ പഠിപ്പിക്കലുകൾക്ക് പേരുകേട്ട അദ്ദേഹത്തെ ജ്ഞാനം തേടുന്നവർ അന്വേഷിച്ചെത്തി. ശാശ്വതമായ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കാൻ കഴിയുന്ന രഹസ്യങ്ങൾ പഠിക്കാൻ ആകാംക്ഷയോടെ ഒരു ദിവസം ദാസ് എന്നൊരു ശിഷ്യൻ അദ്ദേഹത്തെ സമീപിച്ചു. മാസ്റ്റർ വിനയ്, ദാസ് ചോദിച്ചു, ഒരാൾക്ക് ഇനി ഒരിക്കലും ദാരിദ്ര്യം നേടാതിരിക്കാൻ കഴിയുന്ന രഹസ്യങ്ങൾ പങ്കിടാമോ? ശാന്തമായ ധാരണയുടെ ആഴം ഉൾക്കൊള്ളുന്ന കണ്ണുകളുള്ള വിനയ് മാസ്റ്റർ ചിന്താപൂർവം തലയാട്ടി. തീർച്ചയായും, സ്വീകരിക്കുമ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക സമൃദ്ധിയിലേക്ക് നയിക്കുന്ന തത്വങ്ങളുണ്ട്. ദാരിദ്ര്യത്തെ അകറ്റി നിർത്തുന്ന 10 രഹസ്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം. 1. കൃതജ്ഞത സ്വീകരിക്കുക. നന്ദിയോടെ ശാശ്വതമായ സമ്പത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. ദാസ്, നിങ്ങളുടെ പക്കലുള്ളതിനെ അഭിനന്ദിക്കുക. നന്ദിയുള്ള ഹൃദയം സമൃദ്ധിയെ ആകർഷിക്കുന്നു. നിങ്ങൾ എത്രത്തോളം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവോ അത്രയധികം പ്രപഞ്ചം നൽകുന്നു. 2. നിങ്ങളുടെ മാർഗങ്ങൾക്ക് താഴെ ജീവിക്കുക. ലളിതമായ ജീവിതമാണ് ശാശ്വതമായ അഭിവൃദ്ധിയുടെ താക്കോൽ. അനാവശ്യങ്ങൾക്ക് പകരം ആവശ്യങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കഴിവിന് താഴെ ജീവിക്കുക. ഈ ശ്രദ്ധാപൂർവമായ സമീപനം വിഭവങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, സാമ്പത്തിക സ്ഥിരതയ്ക്കുള്ള അടിത്തറ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 3. അറിവിൽ നിക്ഷേപിക്കുക. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ നിക്ഷേപം. നിങ്ങളുടെ അറിവിലും നൈപുണ്യത്തിലും തുടർച്ചയായി നിക്ഷേപിക്കുക. നിങ്ങൾ കൂടുതൽ അറിയുന്തോറും നിങ്ങൾ കൂടുതൽ മൂല്യവത്താകും. ജ്ഞാനം തേടുക. അത് നിങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളിലേക്ക് നയിക്കും. 4. ഒന്നിലധികം വരുമാന സ്ട്രീമുകൾ നട്ടുവളർത്തുക. ഒരൊറ്റ വരുമാന സ്രോതസ്സിനെ ആശ്രയിക്കരുത്. സ്ഥിരതയോടെ ഒഴുകുന്ന നദി പോലെ ഒന്നിലധികം അരുവികൾ നട്ടുവളർത്തുക. വൈവിധ്യവൽക്കരണം സ്ഥിരത ഉറപ്പാക്കുകയും സാമ്പത്തിക തിരിച്ചടികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. 5. ശ്രദ്ധാപൂർവം ചെലവഴിക്കുന്നത് പരിശീലിക്കുക. വാങ്ങൽ നടത്തുന്നതിന് മുമ്പ് താൽക്കാലികമായി നിർത്തി ചിന്തിക്കുക. അത് നിങ്ങളുടെ മൂല്യങ്ങളുമായി യോജിപ്പിക്കുകയും നിങ്ങളുടെ ക്ഷേമത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ശ്രദ്ധാപൂർവമുള്ള ചെലവ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും സാമ്പത്തിക ശ്രദ്ധ വളർത്തുകയും ചെയ്യുന്നു. 6. ഭാവിക്കായി സംരക്ഷിക്കുക. വിജ്ഞാനമുള്ള ഉറുമ്പ് ശൈത്യകാലത്തിലേക്ക് ഭക്ഷണം സംഭരിക്കുന്നത് പോലെ ഭാവിയിലേക്ക് സംരക്ഷിക്കുക. ഒരു അത്യാവശ്യ സമ്പത്ത് സൃഷ്ടിച്ച് ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി നിക്ഷേപിക്കുക. വിവേകപൂർണമായ ആസൂത്രണത്തിലും അച്ചടക്കത്തോടെയുള്ള സമ്പാദ്യത്തിൽ നിന്നാണ് സാമ്പത്തിക സുരക്ഷ ഉണ്ടാകുന്നത്. 7. സാധ്യമാകുമ്പോഴെല്ലാം കടങ്ങൾ ഒഴിവാക്കുക. കടങ്ങൾ നിങ്ങളെ ബന്ധിക്കുന്ന ഭാരിച്ച ചങ്ങലകൾ പോലെയാണ്. സാധ്യമാകുമ്പോഴെല്ലാം അവ ഒഴിവാക്കുക. കടം വാങ്ങേണ്ടി വന്നാൽ ഉത്തരവാദിത്വത്തോടെയും തിരിച്ചടവിന് വ്യക്തമായ പദ്ധതിയോടെയും ചെയ്യുക. അനാവശ്യ കടങ്ങളിൽ നിന്നുള്ള മോചനം സാമ്പത്തിക മോചനത്തിലേക്കുള്ള ഒരു കവാടമാണ്. 8. ശൃംഖലയും സഹകരണവും. മറ്റുള്ളവരുമായി അർത്ഥവത്തായ കണക്ഷനുകൾ ഉണ്ടാക്കുക. സമാന ചിന്താഗതിക്കാരായ വ്യക്തികളുമായി സഹകരിക്കുക. ശൃംഖല അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറയ്ക്കുകയും വെല്ലുവിളികൾ മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പിന്തുണയുള്ള കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 9. ക്ഷമ ശീലിക്കുക. മുള അതിൻ്റെ ഉയരമുണ്ടായിരുന്നിട്ടും വളരാൻ സമയമെടുക്കും. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ക്ഷമ ശീലമാക്കുക. റോം ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ചതല്ല. ക്ഷമയും നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ നിങ്ങളുടെ സമ്പത്ത് സ്ഥിരമായി വളരാൻ അനുവദിക്കുക. 10. സമൃദ്ധമായ ചിന്താഗതി നട്ടുവളർത്തുക. അവസാനമായി, സമൃദ്ധമായ മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. മറ്റുള്ളവർ വെല്ലുവിളികൾ കാണുന്ന അവസരങ്ങൾ കാണുക. മനസ്സ് ഒരു ശാന്തമായ ഉപകരണമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റിയും സമൃദ്ധിയും ആകർഷിക്കാൻ അത് ഉപയോഗിക്കുക. മാസ്റ്റർ വിനയ് ഈ തത്വങ്ങൾ പങ്കുവച്ചതിനാൽ ദാസ് ജ്ഞാനത്തെ ഒരു സ്പോഞ്ച് പോലെ ആഗിരണം ചെയ്തു. സെൻഗുരു തുടർന്നു, യഥാർത്ഥ സമ്പത്ത് കേവലം ഭൗതികമല്ല, അത് ഒരു മാനസികാവസ്ഥയാണ്. ഈ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുക. പണസമ്പത്തിനെ മറികടക്കുന്ന അഭിവൃദ്ധി നിങ്ങൾ കണ്ടെത്തും. ദാസ് ഇപ്പോൾ പ്രബുദ്ധനായി നന്ദി പ്രകടിപ്പിക്കുകയും ഈ പാഠങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ തയ്യാറായി. മാസ്റ്റർ വിനയിൻ്റെ സാന്നിധ്യം ഉപേക്ഷിക്കുകയും ചെയ്തു. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ദാസ് വിനയിൻ്റെ ജ്ഞാനം പ്രയോഗിക്കാൻ തുടങ്ങി. അവൻ കൃതജ്ഞതയോടെ ആശ്ലേഷിച്ചു. ലളിതവും ശ്രദ്ധാപൂർവവുമായ ജീവിതം തൻ്റെ കഴിവിനേക്കാൾ താഴെയായി ജീവിച്ചു. വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം നടത്തി. ദാസ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ വളർത്തിയെടുക്കുകയും ശ്രദ്ധാപൂർവം ചെലവഴിക്കുകയും ചെയ്തു. സമ്പാദ്യത്തിന് മുൻഗണന നൽകി. സാമ്പത്തിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം മനസ്സിലാക്കി ദാസ് അനാവശ്യ കടങ്ങൾ ഒഴിവാക്കി.
ശൃംഖലയും സഹകരണവും അദ്ദേഹത്തിൻ്റെ യാത്ര സമ്പന്നമാക്കി. സാമ്പത്തിക ലക്ഷ്യങ്ങളെ ക്ഷമയോടും സമൃദ്ധമായ മാനസികാവസ്ഥയോടും കൂടി സമീപിച്ചു. ദാസിൻ്റെ രൂപമാറ്റം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. അദ്ദേഹത്തിൽ നിന്ന് പ്രസരിക്കുന്ന സമാധാനവും സമൃദ്ധിയും സഹഗ്രാമീണർ നിരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു. ഇപ്പോൾ സെൻ സമ്പത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടമായ ദാസ് മാസ്റ്റർ വിനയൻ്റെ പഠിപ്പിക്കലുകൾ മറ്റുള്ളവരുമായി പങ്കിട്ടു. സാമ്പത്തിക സമൃദ്ധി ഒരു ലക്ഷ്യസ്ഥാനം മാത്രമല്ല, ഒരു യാത്രയായി കാണുന്ന സമൂഹത്തെ വളർത്തിയെടുത്തു. മാസ്റ്റർ വിനയ് അവൻ്റെ പഠിപ്പിക്കലുകളുടെ അലയൊലികൾ നിരീക്ഷിച്ചു. അംഗീകാരത്തോടെ തലയാട്ടി. സെൻ സമ്പത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ തത്വങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു സങ്കേതമായി ഈ ഗ്രാമം മാറി. കൂടാതെ ഭൗതികവും ആത്മീയവുമായ സമൃദ്ധി ഉൾക്കൊള്ളുന്ന ഐശ്വര്യത്തിനായുള്ള സമഗ്രമായ സമീപനം ഗ്രാമവാസികൾ സ്വീകരിച്ചു. If you love to watch this video, you can like, share and subscribe.